ഹായ് എവരി വൺ, ശിവദം ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവ് മൈൻഡിലിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസനേറ്റ് ആവുന്നതായിരിക്കും. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് കൂടിയാണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്? ഈ പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നതാണ്? എന്തുകൊണ്ടാണ് ഈ പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്? ഈ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? എന്തുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്? ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? എന്തുകൊണ്ടാണ് പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്തത്? ഈ ഓർമ്മകൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു? ഓർമ്മകൾ എന്തുകൊണ്ടാണ് മറക്കാൻ പറ്റാത്തത്? ഇത് നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇനി ക്ലാരിഫൈ ചെയ്ത് കിട്ടും കാർഡ്. ഓവറോൾ എനർജി വന്നിട്ടുള്ളത് ഒരു മജീഷ്യനാണ്. മജീഷ്യൻ്റെ കാർഡ്, നിങ്ങൾക്ക് എന്തും മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്നാണ് മജീഷ്യൻ്റെ കാർഡിൽ കാണിക്കുന്നത്. എല്ലാ കാർഡ്സും പറയാം പുതിയ തുടക്കവും പുതിയ പ്രതീക്ഷയൊക്കെ തന്നെയാണ്. 6 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നത്. എന്തുകൊണ്ടാണ് 6 ഓഫ് വാണ്ട് വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നായിട്ട് വീണതാണ് 6 ഓഫ് വാണ്ടിൻ്റെ. ഓക്കെ, എന്തുകൊണ്ടാണ് 6 ഓഫ് വാണ്ട് വന്നിട്ടുള്ളത്? ക്യൂൻ ഓഫ് സോഡ്സ് ആണ്. അപ്പം ഒരു 6 ഓഫ് വാണ്ടും ക്യൂൻ ഓഫ് സോഡ്സും ഉള്ള 6 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത്, ഈ പേഴ്സൺ എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പക്ഷേ ഇവർക്ക് മുന്നോട്ട് ചലിക്കാൻ സാധിക്കുന്നില്ല. മുന്നോട്ട് നീങ്ങാനോ പോകാനോ അനങ്ങാനോ സാധിക്കുന്നില്ല. ഇവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുക. തേർഡ് പാർട്ടി ഇവരെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് ഇവർ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. മാനസികമായ ആകെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ തന്നെ നിൽക്കുന്നത്. കണ്ട ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയിൽ തന്നെ തേർഡ് പാർട്ടിയുടെ കൺട്രോൾ, അവരവിടെ അടക്കി ഭരിച്ച് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങോട്ടും പോകാനോ അനങ്ങാനോ ഒരാൾ ഫോൺ ചെയ്യാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇവരെന്താ ചെയ്യുന്നത്? ഇവരെങ്ങോട്ടാണ് പോണത്? ഇവരാഴെ വിളിക്കുന്നത്? ഇതൊക്കെ നോക്കി ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇവർ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ നിൽക്കുന്നത്. ഇവർക്ക് എന്തൊക്കെയോ പ്ലാനുകളുണ്ട് ഇവരെ മനസ്സിൽ. മുന്നോട്ട് പോകണം, എന്തൊക്കെയോ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു കൺട്രോളിൽ ഒരാൾ മുന്നിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറികടന്ന് എങ്ങനെ പോകും എന്നുള്ള ഒരു ചിന്തയിലാണ്, മാനസികമായിട്ട് ആകെ തളർന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. അവരുടെ ഇമോഷൻസൊക്കെ മാറ്റിയിട്ട് ഒരു കൺട്രോളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊരു ലക്ഷ്യമുണ്ട്. നിങ്ങളടുത്ത് വരണം, നിങ്ങൾ അവരെ വെയിറ്റ് ചെയ്യണേ, അവരെ ഓർത്ത് വേദനിച്ച് വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും നിങ്ങളുടെ അടുത്ത് എത്തണം എന്നുള്ളൊരു ലക്ഷ്യം അവർക്കുണ്ട്. ആ ലക്ഷ്യം ഉള്ളത് കൊണ്ടാണ് അവർ ആക്ഷൻ എടുക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്ഷൻ നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി അവരുടെ അവരിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ഏത് സിറ്റുവേഷനിലാണെങ്കിലും അവിടെയുള്ള ആ ഇമോഷൻസൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ വിഷമം അവരറിയുന്നുണ്ട്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഏസ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ഏസ് ഓഫ് കപ്സ് വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. ഏസ് ഓഫ് കപ്സ് വന്നത് എന്തുകൊണ്ടാണ്? കിങ് ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്, ഏസ് ഓഫ് കപ്സ്. അപ്പോൾ ഒരു ഏസ് ഓഫ് കപ്സും കിങ് ഓഫ് പെൻറ്റിക്കിളും വന്നിട്ടുണ്ട്. അപ്പോൾ ഏസ് ഓഫ് കപ്സിൽ പറയുന്നത്, നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതിരുന്ന സമയത്താണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ അത് നിങ്ങളെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഈ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരുന്ന ഒരുപാട് സ്നേഹം നിങ്ങൾക്ക് തന്ന് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് സ്നേഹവും സന്തോഷവും എല്ലാം തന്ന് നിങ്ങളുടെ കൂടെ നിന്നിട്ടുണ്ടാവും. പിന്നെ പെട്ടെന്നൊരു ദിവസമാണ് ഇവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോയത്. അപ്പോൾ നിങ്ങൾക്കപ്പോൾ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു. ഇങ്ങനെ വന്നത് കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ ഒരുപാട് വിഷമിച്ചും സങ്കടപ്പെട്ടൊക്കെ ഇരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ പിന്നെ സെൽഫ് ലവ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ വിഷമിച്ച് നിങ്ങളിൽ തന്നെ നിങ്ങൾ സന്തോഷം കണ്ടെത്തണം. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ നിന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ മനസ്സിൽ നിന്ന് മായുന്നുണ്ടാവില്ല. അത്രയും ഒരു സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. പക്ഷെ അത് വിട്ട് പോകാനും കഴിയുന്നില്ല. അപ്പോൾ ഈ പേഴ്സൺ അപ്പോൾ ഇവരെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിലയും പോകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറേ സഹിച്ചും ക്ഷമിച്ചും ഒക്കെ നിങ്ങൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പം നിങ്ങളിൽ തന്നെ സന്തോഷം കണ്ടെത്താൻ നിങ്ങൾ ശ്രമിച്ചതായിട്ടും കാണുന്നുണ്ട്. അപ്പം നിങ്ങളായിരിക്കുക, ഈ വ്യക്തിയുടെ പുറകെ പോകാതിരിക്കുക. അപ്പം നമ്മൾ ഒരാളെ പിറകെ ഇങ്ങനെ പിന്നെയും വീണ്ടും ചെല്ലുമ്പോൾ അവർക്ക് നമ്മളോടൊരു വിലയും കാണില്ല. എന്ത് ചെയ്താലും ഇങ്ങോട്ട് വരുമല്ലോ എന്നുള്ളൊരു മനോഭാവം ഉണ്ടാവും. അപ്പോൾ നിങ്ങളായിരുന്നെങ്കിൽ അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടാവുള്ളൂ. അങ്ങനെ സ്നേഹം തോന്നിയിട്ട് നിങ്ങളോട് സ്നേഹം തോന്നിയിട്ട് തിരിച്ചു വരണം. അല്ലാണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് ഒരു മൂല്യം അവർ കാണില്ല അങ്ങോട്ട് ഇങ്ങനെ ചെന്നാൽ. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക. നിങ്ങൾ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറേ ഒരു മനസ്സിന് സമാധാനം കിട്ടുകയും ചെയ്യും, മുന്നോട്ട് പോകാനും കഴിയും. ഇപ്പോൾ നിങ്ങളുടെ കഴിവുകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആദ്യം നിങ്ങളുടെ കാര്യമൊന്നും ശ്രദ്ധിക്കാതെ പുറത്ത് നടക്കുന്ന അറിയില്ല, ചുറ്റുപാട് എന്താ നടക്കുന്നത് അറിയുന്നുണ്ട്, അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ കൂടെ കടന്നു പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ ജോലി ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഒന്നിലേക്കൊരു ബിസിനസ്. ഇപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയതായിട്ട് കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതായിട്ടാണ് കിങ് ഓഫ് പെന്റിക്കിളുടെ എനർജി പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നവർക്കാണ് അതൊരു പ്രോഫിറ്റ് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഫ്യൂച്ചറിലേക്കൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. വീട് വെക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു വഴിയും എല്ലാ കാര്യം കൊണ്ടൊരു നന്മ വരുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ അടുത്തൊരു പേജ് 4 കപ്സിൻ്റെ എനർജി. പേജ് എന്തുകൊണ്ടാണ് പേജ് 4 കപ്സ് വന്നിട്ടുള്ളത്? ഇത് ഏസ് ഓഫ് വാൺസ് ആണ്. ഒക്കെ തുടക്കമാണ് എല്ലാം. ഇന്നിപ്പോൾ വന്ന കാർഡ് ഫുള്ള് ഒരു തുടക്കമാണ്, പുതിയ പ്രതീക്ഷ. ഏസ് ഓഫ് വാൺസ്, ഏസ് ഓഫ് സോഡ്സ്, ഏസ് ഓഫ് കപ്സ് ഒക്കെ വന്നിട്ടുള്ളത്. പേജ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ പറയുന്നത് ഈ പേഴ്സൺ ആദ്യം നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. നിങ്ങൾ ഇപ്പോഴും കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിചാരമാണ് ഈ പേഴ്സൺ ഉണ്ടായത്. അപ്പോൾ എന്ത് തന്നെ ചെയ്താലും വേണ്ടിയില്ല, അപ്പോൾ നിങ്ങൾ അവിടേക്ക് ചെല്ലും എന്നുള്ളൊരു പ്രതീക്ഷ ലീഗുമായിട്ട് നിന്നതാണ്. നിങ്ങളെ തരം താഴ്ത്തിയാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. നിങ്ങൾ അങ്ങോട്ട് ചെല്ലും, ഇവരിപ്പോൾ എന്ത് കളി കളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലും എന്നുള്ള ഉറച്ച വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് വിട്ടുപോകാൻ കാരണം. അപ്പോൾ സെപ്പറേറ്റഡ് ആയിപ്പോയത്. അപ്പോൾ ഇപ്പോൾ അവർ ഒരുപാട് അതൊക്കെ ആലോചിച്ചിട്ട് അവർ വിഷമിക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, നിങ്ങൾ ചെയ്ത നല്ല നല്ല കാര്യങ്ങൾ ഓർത്തിട്ട് അവരിപ്പോൾ വിഷമിക്കുന്നതായിട്ട്, നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി നിൽക്കുന്നതായിട്ടാണ്. കാരണം ആ വിഷമം കാരണം അവർക്കും വിഷമമുണ്ട്, നിങ്ങൾക്കും വിഷമമുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. ആ കാരണം കൊണ്ട് നിങ്ങളിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരു സ്നേഹവുമായിട്ട് നിൽക്കുന്നുണ്ട്. സ്നേഹവുമായി നിങ്ങളടുത്തേക്ക് വരാൻ നിൽക്കുന്നുണ്ട്. നിങ്ങളതൊന്നും മനസ്സിലാക്കാത്ത ഒരു അവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച വിഷമം നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ അനുഭവിച്ച വേദനയും വിഷമവും ഇവരോടിപ്പോൾ നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിലും അത് കാണിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സന്തോഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളിൽ തന്നെ നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ മറ്റൊരാളുടെ സ്നേഹം ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയും, സ്വന്തം കാര്യം നോക്കാൻ എനിക്ക് കഴിയുന്നൊക്കെ ഒരു ചിന്തയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ഒരു ബ്ലെസ്സിങ് വരാൻ പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച വിഷമത്തിനുള്ള ഒരു ബ്ലെസ്സിങ് നിങ്ങളുടെ യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം തരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമാകാം, ജോലിപരമാകാം, എല്ലാ തരത്തിലും നിങ്ങൾക്ക് ഒരു അനുഗ്രഹം വരുന്നതായിട്ട്, ഒരു പുതിയൊരു പ്രതീക്ഷ നിങ്ങളിലേക്ക് വെച്ച് നീട്ടുന്നതായിട്ട്,
ഒരു ബ്ലെസ്സിങ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അടുത്തൊരു പേജ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് സോഡ് വന്നത്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ ഒരു പേജ് ഓഫ് സോഡ് വന്നിട്ടുള്ളത്? 2 ഓഫ് പെൻറ്റിക്കിളാണ് വന്നിട്ടുള്ളത്. താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി ഒരു പേജ് ഓഫ് സോഡ് വന്നത്. അപ്പോൾ ഇവർക്ക് രണ്ട് സിറ്റുവേഷനും 2 ഓഫ് പെൻറ്റിക്കിൾ പറയുന്നത് ഈ രണ്ട് സിറ്റുവേഷനും കൂടി ഇവർക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. അപ്പോൾ ഇവരിപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിൽക്കുന്ന അവസ്ഥയിലായതുകൊണ്ട് ഇപ്പോൾ ഒരു ജഗ്ലിങ് സിറ്റുവേഷനാണ്. ഇപ്പോൾ ഏതാ നല്ലത്, ഏതാ ചീത്ത, ഇപ്പോൾ ഒന്ന് പൊന്തി നിൽക്കും, താന്ന് നിൽക്കും. അപ്പോൾ ഇതിലേതാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ആരാ നല്ലത്, ആരുടെ കൂടെ നിന്നാലാണ് ഇവർക്ക് നന്മ കിട്ടുക, ആ ഒരു ചിന്തയിൽ ഇരുന്നത് കൊണ്ടാണ് ഇവർ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. നിങ്ങളാണോ നല്ലത്, മറ്റേ തേർഡ് പാർട്ടി ആണോ നല്ലത് എന്നിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നത്. അപ്പോൾ ആരുടെ കൂടെ ഇവർക്ക് നന്മ ഉണ്ടാകുക? അപ്പോൾ തേർഡ് പാർട്ടിയിൽ ഇവർ അട്രാക്റ്റീവായിട്ട് പോയതാണ്. അപ്പോൾ അവർ ചിലപ്പോൾ പേരൻസ് ആണെങ്കിൽ അവർ ഉള്ള സ്നേഹം കൊണ്ട് പോയതായിരിക്കും. അപ്പോൾ അവരെ തട്ടി മാറ്റാൻ പറ്റില്ല, ആ സിറ്റുവേഷനിൽ പോയതായിരിക്കും. അല്ലാത്തവർ തേർഡ് പാർട്ടിയിൽ അഡിക്റ്റഡ് ആയിട്ട് പോയതായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ സോഷ്യൽ സ്റ്റാറ്റസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും തേർഡ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് പേരും പ്രശസ്തിയൊക്കെയുള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചുറ്റുപാടിൽ പോയതായിരിക്കും. അപ്പോൾ രണ്ടുപേരെയും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ഇവർക്ക് തേർഡ് പാർട്ടി ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അവരുടെ കൂടെ ബാലൻസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ഇപ്പോഴുള്ള ഈ ആറ്റിറ്റ്യൂഡൊന്നും ഇവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ആ മുമ്പുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കില്ല അപ്പോൾ അവരോട് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് കടന്നു പോകുന്നത്. അങ്ങനെ ആയതുകൊണ്ട് അവരുടെ മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്ന് അവർക്ക് ഇത്രയും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർക്ക് മനസ്സിലായി ഇനി ഏതൊക്കെ രീതിയിൽ മുന്നോട്ട് പോയാലാണ് അവർക്കുള്ള വഴി വെട്ടിപ്പിടിച്ചെടുക്കാൻ പറ്റുക എന്ന് അവർക്ക് മനസ്സിലായി. അപ്പോൾ ആദ്യം അവർ വിചാരിച്ച എന്താണ്, എല്ലാവരും ഇവരെ കാര്യത്തിന് ഇവരെ വിഷമവും സങ്കടങ്ങളൊക്കെ അറിഞ്ഞിട്ട് ഈ നിൽക്കുന്ന സിറ്റുവേഷനിലുള്ള ആളുകൾ അവരെ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷെ അവരെ കാര്യം നോക്കുന്നതായിട്ടാണ് ഇപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത്. ഇവരെ പറ്റിച്ചിട്ട് ഇവരെ ചൂഷണം ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കുന്നതാണെന്ന് ഇവർക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാനുള്ള മുന്നോട്ടുള്ള എല്ലാ വഴികളും വെട്ടിത്തെളിച്ച് മുന്നോട്ടേക്ക് വന്ന് നിങ്ങളെ സ്വീകരിക്കണമെന്നാണ് അവരാഗ്രഹം. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അവർ മനസ്സിലാകും. നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആരും ഇല്ല, കൂട്ടിനാരും ഇല്ല എന്നൊക്കെ അവർക്കറിയാം. പക്ഷേ വിഷമത്തിലാണ്. അപ്പോൾ നിങ്ങൾ ചെല്ലുമോ അങ്ങോട്ട് അവരുടെ കൂടെ പോകുമോ എന്നുള്ളൊരു പേടി കൂടെ ഇവർക്കുണ്ട്. ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോയാലും ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലോ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ ഈ പേഴ്സൺ ചിന്തിക്കുന്നത് അവർക്കിപ്പോൾ നിങ്ങളെ ആവശ്യമില്ല എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളിലേക്ക് എന്തായാലും തീർച്ചയായും വരും അതിനുള്ള എല്ലാ മാർഗങ്ങളും മുന്നോട്ട് എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നതൊരു 10 ഓഫ് പെൻറ്റിക്കിളുടെ എനർജി. 10 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 10 ഓഫ് പെൻറ്റിക്കിൾ വന്നിട്ടുള്ളത്? 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. താങ്ക് യു യൂണിവേഴ്സ്. 5 ഓഫ് വാണ്ടും 10 ഓഫ് പെൻറ്റിക്കിളുമാണ്. അപ്പോൾ 5 ഓഫ് വാണ്ടിൽ പറയുന്നത് നിങ്ങളുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കാണുന്നത്. അപ്പോൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും ഒരുപാട് വഴക്ക് ഇട്ടതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് അത് വലിയ പ്രശ്നമായി മാറിയതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ആരുടെ ഒരു സീക്രറ്റ് കാര്യം ചിലപ്പോൾ ഹസ്ബൻഡിൻ്റെ ആണെങ്കിൽ അത് വൈഫ് അറിയണ്ട, വൈഫിൻ്റെ ആണ് ഹസ്ബൻഡ്, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ. അപ്പോൾ അത് പറഞ്ഞ് വലിയ കാര്യമായിട്ടുണ്ടാകും. ഒരുപാട് നിങ്ങൾ സഹിച്ചിട്ടുണ്ടാവും. ഈ പേഴ്സൺ കാരണം നിങ്ങൾ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് പ്രശ്നം, അല്ലെങ്കിൽ ഇപ്പോൾ അവിടെ നിൽക്കുന്ന സിറ്റുവേഷൻ എവിടെയാണ്, ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് വെച്ചാൽ അവിടെ പ്രശ്നം. എല്ലാ തരത്തിലും ഒരു സ്വസ്ഥത കിട്ടാത്തൊരു അവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം വന്നാലും അത് സഹിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല ഉള്ളതെന്നാണ് കാണുന്നത്. ഇപ്പോൾ 5 ഓഫ് പെൻറ്റിക്കിൾ 5 ഓഫ് വാണ്ട്സിൻ്റെ കൂടെയുള്ള ഒരു 10 ഓഫ് പെൻറ്റിക്കിളാണ്. ഇപ്പോൾ 10 എന്ന് പറയുന്ന ഒരു കംപ്ലീഷനാണ്. അപ്പോൾ നിങ്ങൾ ഒരു പൂർണ്ണതയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹത്തോടെ ജീവിച്ച ആൾക്കാരായിരിക്കും. അപ്പോൾ ഈ ചെറിയ പ്രശ്നം കാരണം ഈ സെപ്പറേറ്റഡ് ആയിപ്പോയതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കാത്തവരാണെങ്കിലും എത്രയോ കാലങ്ങളായിട്ട് സ്നേഹിച്ച ആൾക്കാരായിരിക്കും.
അപ്പോൾ ഈ ഒരു കംപ്ലീഷനാണ് നിങ്ങൾക്കിനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു റീസ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നത് ഒരു റീയൂണിയനാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഫാമിലി, കുട്ടികൾ, ഒരു കുടുംബമൊക്കെ ആയിട്ട് ഒരു ജീവിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് 10 ഓഫ് പെൻറ്റിക്കിളുടെ എനർജിയിൽ. 10 ഓഫ് പെൻറ്റിക്കിൾ ഒരു മണിയുമായി ബന്ധപ്പെട്ട, അപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർക്ക് അവർ പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ ആരുടെയൊക്കെ പണം ചോദിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ പൈസ കിട്ടാനൊക്കെയുള്ള അവർക്ക് അത് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സാമ്പത്തികമായി നല്ല അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത് വന്നിട്ടുള്ളത് ഒരു ഫൂൾ കാർഡാണ്. ഫൂൾ കാർഡ് എന്ന് പറയുമ്പോൾ ഒരു പുതിയ പ്രതീക്ഷ, പുതിയ തുടക്കം, പുതിയ ജീവിതമൊക്കെയാണ്. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം, എന്താണ് അങ്ങനെ സംഭവിക്കട്ടെ. ക്യൂൻ ഓഫ് കപ്സ് ആണ്. ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയിൽ പറയുന്നത് നിങ്ങൾ ആരുമായോ ഒരു ഇമോഷണൽ അറ്റാച്ച്ഡ് ആകുന്നതായിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ കൂടെയുള്ള ആളുകളുമായിട്ട് കുറച്ച് ഒരു വിട്ടിരുന്ന ആളുകളുമായിട്ട് കൂടെ ഇപ്പം നന്നായി നല്ല നിലക്ക് ജീവിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ കുടുംബക്കാരോ കൂട്ടുകാരോ അങ്ങനെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്നുണ്ട്. അല്ലാത്തത് നിങ്ങൾ കുറേ കാലം കൊണ്ട് സെപ്പറേറ്റഡ് ആയിപ്പോയ ആളുകളുണ്ടാവും. അവർക്കിപ്പോൾ ഈ ഓർമ്മകൾ ഇങ്ങനെ വന്നിട്ട് വല്ലാതെ അവരെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ആദ്യത്തെ കൂടുതലൊരു സ്നേഹം അവരോട് തോന്നുന്നു, ഒരു അറ്റാച്ച്മെൻറ്റ് അവരോട് തോന്നുന്നുണ്ട്. ഇതുവരെ കുറച്ച് ദേഷ്യത്തിലൊക്കെ ഇരുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ വളരെ കാമായിട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ പെരുമാറാൻ കഴിയുന്നതായിട്ട് പേഴ്സണോടായാലും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ടാണ് കാണുന്നത്. അതിന് ഫുൾ കാർഡിൽ പറയുന്നത് ഒരു പുതിയ തുടക്കം, ഇപ്പോൾ കോൺഫിഡൻസോടെ നിങ്ങൾ ജീവിക്കുന്നുള്ളതാണ്. ആ പുതിയ തുടക്കം നിങ്ങൾക്കൊരു വലിയ മാറ്റം കൊണ്ടുവരുന്നുള്ളത്. ചിലപ്പോൾ ആദ്യം എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഇപ്പോൾ പലരോടും അഭിപ്രായമൊക്കെ ചോദിച്ച് നടക്കുന്നത്, അപ്പോൾ സ്വന്തം കാര്യമൊക്കെ ചെയ്യാൻ നിങ്ങൾ പഠിച്ച് എല്ലാം നിങ്ങളെ കാഴ്ചപ്പാടിലൂടെ ചെയ്യാൻ തുടങ്ങി. പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. നിങ്ങളുടെ സ്വന്തം കാര്യം തന്നെ തീരുമാനം എടുക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ഒരുമിക്കാനൊക്കെ ഉള്ള തീരുമാനം നിങ്ങൾ സ്വയം എടുത്തതായിരിക്കും. മറ്റുള്ളവർ കൂടെ നിൽക്കാത്ത ആളുകളുണ്ട്, അപ്പോൾ അവർ സ്വയം തീരുമാനം എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അടുത്ത് വന്നത് ഒരു ലവേഴ്സ് കാർഡാണ്. പ്ലീസ് ഗൈഡ് മീ, എന്തുകൊണ്ടാണ് ഇവിടെ ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. 5 ഓഫ് പെൻറ്റിക്കിളാണ്. അപ്പോൾ ഒരു 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയും ഒരു ലവേഴ്സ് കാർഡുമാണ് വന്നിട്ടുള്ളത്. 5 ഓഫ് പെൻറ്റിക്കിളിൽ ഇതിൽ കാണുന്നത് കണ്ടോ, നഷ്ടബോധമാണ്. എന്തൊക്കെയോ കാര്യങ്ങൾ നഷ്ടപ്പെട്ടു, ഡിപ്രഷനാണ്. അപ്പോൾ നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ എങ്ങനെ തിരിച്ചു പിടിക്കാമെന്നാണ് ആലോചിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റ് ഈ എവിടെയാണെങ്കിലും അത് വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ അതിൽ നിന്ന് ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളെ കൂടെ നിൽക്കുന്നവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചില ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങളെ പിരിച്ചു വിട്ടതായോ അല്ലെങ്കിൽ ഇനി വരണ്ടെന്ന് അങ്ങനെ പറയാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളെ കൂടെ നടക്കുന്ന ഫ്രണ്ട്സൊക്കെ നിങ്ങളെ ഒഴിവാക്കുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ചില ആളുകൾക്ക് പ്രണയം നഷ്ടപ്പെട്ടവരാണ് കൂടുതൽ. അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രണയം പിരിഞ്ഞു പോകുന്നതിന് എന്തുകൊണ്ടും നഷ്ടം മാത്രം. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവങ്ങളോട് ഏത് മതസ്ഥരായാലും പ്രാർത്ഥിക്കുക. നമ്മുടെ വിഷമങ്ങളൊക്കെ ദൈവം കേൾക്കാതിരിക്കില്ല. പക്ഷെ ഇത്രയൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് എല്ലാവരും സ്നേഹത്തോടെ വരുന്നതായിട്ടാണ് കാണുന്നത്. ലവേഴ്സ് കാർഡാണിത്, പുറത്ത് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ലവേഴ്സ് കാർഡാണ്. എല്ലാവരും നിങ്ങളുടെ അടുത്തേക്ക് വരും, സ്നേഹത്തോടെ വരും. നിങ്ങളെ വിട്ടിട്ട് പോയ പേഴ്സൺ വരുന്നുണ്ടാവും. ദൈവാനുഗ്രഹത്തോടു കൂടിയ ഉള്ള ഒരു റിലേഷൻഷിപ്പൊക്കെയാണ്, അത് വിവാഹത്തിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കുറേ കാലം കൊണ്ട് നിങ്ങൾ സ്നേഹിച്ച് നടന്നതാണെങ്കിൽ ആരും അംഗീകരിച്ചിട്ട് ഇപ്പോൾ ഫാമിലി അംഗീകരിച്ച് നിങ്ങൾ ഒരുമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ കുടുംബങ്ങളോ കൂട്ടുകാരോ എല്ലാവരും നിങ്ങളെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫാമിലി മെമ്പേഴ്സൊക്കെ ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വളരെ സന്തോഷത്തോടെ ഈ ഡിപ്രഷൻ സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കേണ്ടതാണ്. ഇങ്ങനെ ഡിപ്രഷൻ അനുഭവിച്ചെങ്കിലേ നിങ്ങൾക്ക് ഒരു ജീവിതം മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ. ഇതിങ്ങനെയൊന്നും കഷ്ടപ്പാടൊന്നുമില്ലെങ്കിൽ ആർക്കും ഒരു ജീവിതം എന്താണെന്ന് മനസ്സിലായി സുഖം മാത്രം അനുഭവിച്ച കഷ്ടം എന്താണെന്ന് ആരും അറിയില്ല.
അപ്പോൾ അതുകൊണ്ട് ദൈവമായിട്ട് തരുന്ന ഓരോ വിഷമഘട്ടങ്ങളാണ് എല്ലാം അറിഞ്ഞ് നമ്മളെല്ലാം ജീവിതം മനസ്സിലാക്കി പഠിച്ചിട്ട് മുന്നോട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തരുന്ന കഷ്ടങ്ങളാണ് ഈ ഇതെല്ലാം. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങൾ ദൈവമായിട്ട് നിങ്ങളൊരു നല്ല ഒരു വഴിയിലേക്ക് ആക്കി എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അടുത്ത് ഹാപ്പി ആയിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് നന്മ തന്നെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓർമ്മകൾ നിങ്ങളെ വല്ലാതെ അലട്ടിക്കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ ഇരിക്കുന്നവർക്ക് തീർച്ചയായും സെൽഫ് ലവ് ചെയ്യേണ്ടത് ആവശ്യമാണ്. മെഡിറ്റേഷൻ ചെയ്യുക. അപ്പോൾ യോഗ ചെയ്യാൻ സാധിക്കുന്നവർ യോഗ ചെയ്യുക. സമയം കിട്ടുമ്പോഴൊക്കെ നേച്ചറായിട്ട് പ്രകൃതിനെ സ്നേഹിക്കുക, ചെടി നനയ്ക്കുക, ഗ്രൗണ്ടിങ് ചെയ്യുക. ഇപ്പം ഭൂമിയായിട്ട് വളരെയധികം കണക്ഷൻ കുറവാണ്. അപ്പം ഒന്ന് ചെരുപ്പൊക്കെ ഇട്ട് നടക്കുന്നതുകൊണ്ട് ഭൂമിയുമായി കണക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് പുല്ലുള്ള സ്ഥലത്തൂടെയൊക്കെ ചെരുപ്പിടാതെ നടക്കാൻ ശ്രമിക്കുക. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ ഭൂമിയുമായി കാം ആൻഡ് പീസ് ആകും. ആ പുല്ലിലൊക്കെ ന്യൂട്രോൺസ് ഉണ്ട്. ആ ന്യൂട്രോൺസ് നമ്മുടെ ശരീരത്തിലേക്ക് എനർജി ട്രാൻസ്പ്ലാന്റ് ചെയ്യും. അതുകൊണ്ട് ഈവനിങ്ങിലൊക്കെ ഗ്രൗണ്ടിങ് ചെയ്യുക. പറമ്പുണ്ടെങ്കിലൊക്കെ ഒന്ന് ചെരുപ്പിടാതെ നടക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്താൽ മനസ്സിനും ശരീരം ഇപ്പോൾ അകത്ത് തന്നെ അടച്ചു പൂട്ടിയിരിക്കുമ്പോൾ നമുക്കാകെ ഒരു ഇറിറ്റേഷൻ ബാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മാനസികമായി നമുക്ക് ഒരു സന്തോഷം കിട്ടും. നിങ്ങളെ വിട്ടിട്ട് പോയ പേഴ്സൺ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെ പോയ പേഴ്സൺ അങ്ങനെ അവരെ പിന്നാലെ നടക്കാതിരിക്കുക. അപ്പോൾ നിങ്ങളെ കാര്യത്തിൽ സ്വയം ശ്രദ്ധിക്കുക, നിങ്ങളെ സ്നേഹിക്കുക. അപ്പോൾ നിങ്ങൾ അവരെ പിന്നാലെ നടക്കുമ്പോൾ നിങ്ങളുടെ എനർജി മുഴുവൻ അവരിലേക്ക് പാസ് ചെയ്തു പോകും. അവരിലേക്ക് പാസ് ചെയ്തു പോകുമ്പോൾ അവർക്ക് നിങ്ങളുടെ എനർജി കിട്ടും. നിങ്ങളുടെ എനർജി കിട്ടുമ്പോൾ അവർക്ക് നിങ്ങളുടെ വേദന മനസ്സിലാവും. നിങ്ങളുടെ വേദന മുഴുവൻ അവരെ 24 മണിക്കൂർ വരെ ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എനർജി അവരിലേക്ക് പാസ് ചെയ്ത് പോവുക. അതുകൊണ്ടാണ് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ പറയുന്നത്. സെൽഫ് ലവ് ചെയ്താൽ അവരുടെ ഓർമ്മകൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോകും. മാനസികമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റ് വരില്ല. അപ്പോൾ അവർക്ക് തോന്നും എന്താ ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഉള്ളത്, ഇപ്പോൾ ഇവർ പിന്നെ മറന്നു പോയോ എന്നുള്ള ഒരു ചിന്തയിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും. അതുകൊണ്ടാണ് സെൽഫ് ലവ് ചെയ്യാനും മെഡിറ്റേഷൻ ചെയ്യാനും ഒക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങളുടെ മനസ്സൊക്കെ ശരിയായി വരും. നിങ്ങൾ ഹീലായി കഴിയും. ഹീലാകുമ്പോൾ നിങ്ങൾക്ക് ഇത്രയും നാൾ ഈ വേദനയൊന്നും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരില്ല. ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെ ഓർക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് വേദന വരുന്നത്. ഇവരെ മറന്നാൽ നിങ്ങളുടെ മനസ്സിലുള്ള ഈ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടും. നിങ്ങൾ സ്വന്തം കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ കാത്തിരിക്കുക. ബൈ.